ഹലോ. അപ്പം ഞങ്ങളിതാ എല്ലാവരും ഇവിടെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇപ്പം 5:45 അപ്പം ഞങ്ങൾ നടുവട്ടത്ത് ബസ് കത്തിക്കുകയാണ്. KSRTC ബസ് കിട്ടിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ വളാഞ്ചേരിക്കുള്ള ബസ് കയറി. ഇപ്പം ഞങ്ങൾ വളാഞ്ചേരിയാണ്. KSRTC കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് നേരെ കാടാമ്പുഴ വന്നിറങ്ങാം. അപ്പം ഞങ്ങൾ വളാഞ്ചേരിയിൽ നിന്ന് ബസ് കയറി ഇപ്പോൾ കാടാമ്പുഴ എത്തി കേട്ടോ. കാടാമ്പുഴ എത്തി ഞങ്ങളിതാ തൊഴുതിറങ്ങി. പിന്നെ അനിയന്മാർ 2 പോന്നിട്ടുണ്ട്. പിന്നെ നാളികേരം മുട്ടറക്കാണ്ടായിരുന്നു. അപ്പോൾ അനിയന്മാരവിടെ ഉള്ളിലാണ്. ഞങ്ങൾ കുട്ടികളായിട്ട് കുറേ നേരം വരിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം ഞങ്ങളിവിടെ ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ അനിയന്മാരെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതാ ക്ഷേത്രത്തിന് പുറത്ത് കുറച്ച് ആമ്പൽപ്പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് 2ാമത്തെ അനിയനാണ്. ചെറിയ അനിയൻ ക്ഷേത്രത്തിലാണ്, പുറത്തേക്ക് പോന്നിട്ടില്ല. പിന്നെ ചന്ദ്രൂസിൻ്റെ അച്ഛൻ പോന്നിട്ടില്ല. ഏട്ടനിന്ന് പണിയുള്ളത് കൊണ്ട് ഏട്ടന് പോകുന്നില്ല. അപ്പോൾ സൂപ്പിൻ്റെ ഉണ്ണിമോളെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഞങ്ങളിതാ അവിടെ കുറച്ച് നേരം ഇരുന്നു. അവിടെ ആ ഭാഗത്ത് കുറച്ച് നല്ല തണുപ്പുണ്ട്, ബാക്കിയുള്ള ഭാഗത്തൊക്കെ നല്ല വെയിലാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ഞാൻ തൊട്ടപ്പുറത്ത് കടയുണ്ട്, കടയിൽ കയറി ഒരു സൈഡ് ബാഗ് മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി കയറി കേട്ടോ. നല്ല ഭംഗി കേട്ടോ ഇവിടെ ഈ ഭാഗം കാണാൻ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അങ്ങനെ ഞാനിതാ കടയിൽ കയറി ഒരു സൈഡ് ബാഗൊക്കെ മേടിച്ചു. അപ്പോഴേക്കും ചന്ദ്രത്തിന് മുഖംമൂടി വേണമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഒരു മുഖംമൂടിയും മേടിച്ചു കൊടുത്തു. ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് ആ മുഖംമൂടി ഇട്ടിട്ട്, കാരണം ഞാൻ ഉണ്ണിക്കുട്ടനെ മേടിച്ചിട്ടില്ല. അങ്ങനെ അപ്പോൾ കാടാമ്പുഴ യാത്ര ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.